ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒഡല 2 എന്ന മൂവിയാണ്. മൂവിയുടെ ഫസ്റ്റ് പാർട്ടായ ഒഡല എന്ന മൂവി കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ എക്സ്പ്ലനേഷന്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. കഥയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒഡല എന്ന് പറയുന്ന സ്ഥലത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കൊച്ചു പെൺകുട്ടിയാകട്ടെ ഒരു സ്ത്രീയുടെ തല വെട്ടിയെടുത്ത് കൊണ്ടുവയ്ക്കുന്നതാണ്. ഈ കാഴ്ച കണ്ട എല്ലാവർക്കും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ നടന്ന സംഭവങ്ങളാണ് ഓർമ്മ വരുന്നത്. ഫസ്റ്റ് പാർട്ട് മൂവി കണ്ടവർക്കറിയാം, അതിലെ വില്ലനായ തിരുപ്പതി എന്ന് പറയുന്ന ആളാകട്ടെ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി കഴിയുന്ന പെൺകുട്ടികളെല്ലാം തന്നെ അത് ക്രൂരമായി റേപ്പ് ചെയ്ത് കൊന്നിരുന്നു. അത് മനസ്സിലാക്കി അയാളുടെ ഭാര്യയാകട്ടെ അയാളുടെ തലയറുത്ത് അയാളെ കൊല്ലുകയും ചെയ്തു. കഥ ഇനി കാണിക്കുന്നത് തിരുപ്പതി എന്ന് പറയുന്ന അയാളുടെ മരണശേഷം ആ നാട്ടിൽ നടന്നത് എന്തൊക്കെയാണെന്നാണ്. ആ നാട്ടിലെ പെൺകുട്ടികളെല്ലാം തന്നെ അത് ക്രൂരമായി റേപ്പ് ചെയ്ത് കൊന്നതുകൊണ്ട് തന്നെ അവന്റെ ആ ഒരു ശവം കാണാൻ വേണ്ടിയിട്ട് ആരും വന്നില്ല. ആ നാട്ടിലുള്ളവരെല്ലാം തന്നെ അവന്റെ വീട്ടുകാരിൽ നിന്നും അകന്നു കഴിയാൻ തുടങ്ങി. എന്നാൽ ഗ്രാമമുഖ്യനും അവിടുത്തെ പൂജാരിയെല്ലാം ചേർന്നിട്ട് ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. ഇത്രയും ക്രൂരത ഈ നാട്ടിലെ സ്ത്രീകളോട് കാണിച്ച് അവനെ വെറുതെ വിടാൻ പാടില്ല. അവൻ മരിച്ചെങ്കിലും അവന്റെ ആത്മാവിന് പോലും ശാന്തി ലഭിക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് അവനെ സമാധി കെട്ടാനായിരുന്നു ഇവരുടെ തീരുമാനം. മൃഗങ്ങളും മറ്റും ചാവുമ്പോൾ കുഴിച്ചിടുന്ന ഒരു മരത്തിന്റെ താഴെയായിട്ടൊരു കുഴിയെടുത്തിട്ട് അവന്റെ ജഡത്തില് കോഴിയുടെ രക്തവും ആ നാട്ടിലെ ജനങ്ങളുടെ കാലടി പതിഞ്ഞ മണ്ണും അങ്ങനെ ഒരുപാട് വസ്തുക്കളെല്ലാം ചേർത്തിട്ട് അവനെ അവിടെ ഒരു സമാധി കെട്ടണം. മരണശേഷവും അവന്റെ ആത്മാവിനോട് ചെയ്യുന്ന ഒരു ക്രൂരത തന്നെയായിരിക്കും അത്. ആ നാട്ടിലെ ജനങ്ങളോട് അവൻ ചെയ്തതിന് ഇങ്ങനെയെങ്കിലും ചെയ്തെങ്കിലേ പറ്റുമായിരുന്നുള്ളൂ. അതായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. ഇതെല്ലാം തന്നെ തിരുപ്പതിയുടെ വീട്ടുകാരെ എതിർത്തെങ്കിലും അതൊന്നും വകവയ്ക്കാതെയാണ് അവിടുത്തെ ജനങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. തിരുപ്പതിയുടെ ആത്മാവാകട്ടെ എല്ലാവരോടും പറയുന്നുണ്ട് മരണശേഷമെങ്കിലും എന്നെ വെറുതെ വിടാൻ. എന്നാൽ അതൊന്നും തന്നെ ആരും കേൾക്കുന്നില്ലല്ലോ. അങ്ങനെ ഇവർ സമാധിയെല്ലാം കെട്ടിത്തീർത്തു. അതിനുള്ളിൽ കിടന്ന് തിരുപ്പതിയുടെ ആത്മാവ് മോക്ഷം കിട്ടാതെ കരയുകയായിരുന്നു. ആ നാട്ടിലെ ഓരോ ജനങ്ങളോടും പക വീട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ആ ആത്മാവ്. അതേസമയം ഇങ്ങനൊരു ആത്മാവ് ഇവിടെ ഉടലെടുക്കുന്ന കാര്യം അങ്ങ് കൈലാസത്തിലിരിക്കുന്ന സന്യാസിമാർ അറിയുന്നു. ആ നാടിനെ രക്ഷിക്കാൻ ഭൈരവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് മാത്രമേ കഴിയൂ. 101 കോടി തവണ നമശിവായ മന്ത്രം ഉരുവിടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൈരവി. അവളത് ഉരുവിട്ട് തീരുന്ന നിമിഷം ശിവൻ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്നും ദൈവിക ശക്തി അവൾക്ക് ലഭിക്കുമെന്നുമായിരുന്നു വിശ്വാസം. അതേ ടൈമില് ഈ ഒഡല നാട്ടിലാകട്ടെ തിരുപ്പതി മരിച്ച കാരണം നാട്ടിലുള്ള എല്ലാവരും സമാധാനത്തോടു കൂടി പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുകയായിരുന്നു. ആ നാട്ടിലെ പൂജാരിയായിരുന്ന വിവാഹത്തിന് കർമ്മങ്ങളെല്ലാം ചെയ്തത്. അയാള് രാത്രിയിലാകട്ടെ എങ്ങോട്ടോ പോകുന്ന വഴിക്ക് ഒരു മരച്ചുവട്ടിലിരുന്ന് കുറച്ചു പേര് മദ്യപിക്കുന്ന കാണുന്നുണ്ട്. അവിടെ പോയി കാര്യം അന്വേഷിക്കുമ്പോഴാകട്ടെ ആ നാട്ടിലുള്ള ചെക്കന്മാര് തന്നെയായിരുന്നു അത്. അതിലൊരാളാകട്ടെ ആ പൂജാരിയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കൈകൊണ്ട് തന്നെ അവളുടെ കല്യാണം എന്തിനാ നിങ്ങൾ നടത്തി കൊടുത്തതെന്ന്. അവളെ ഞാൻ സ്നേഹിച്ചിരുന്നു. ചെറുപ്പം മുതലേ അവൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എന്നാൽ നല്ലൊരു ചെക്കനെ കിട്ടിയപ്പോ അവളാകട്ടെ അവനെ കെട്ടി. സത്യം പറഞ്ഞ എന്റെ ഉള്ള ദേഷ്യം കാരണം അവളെ റേപ്പ് ചെയ്തിട്ട് അത് ചെയ്തത് ഈ തിരുപ്പതിയുടെ ആത്മാവാണെന്ന് പറയാനാണ് തോന്നുന്നത്. ബോധമില്ലാതെ മദ്യലഹരിയിലായിരുന്നു അവൻ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്നത്. നീ എന്തിനാടാ ഇത്രയും വൃത്തികേടൊക്കെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ആ പൂജാരിയാകട്ടെ ദേഷ്യത്തിൽ അവിടെ നിന്നും പോയി. തിരിച്ച് വണ്ടി എടുത്തോണ്ട് പോകാൻ നേരത്ത് അയാൾക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അതുവഴി സ്ത്രീകളൊക്കെ പോകുന്ന കാരണം അയാളാകട്ടെ നേരെ പോകുന്നത് ആ തിരുപ്പതിയുടെ സമാധിയുടെ അടുത്തേക്കായിരുന്നു. ആ സമാധിയുടെ മുകളിൽ തന്നെ അയാൾ യൂറിൻ പാസ് ചെയ്യുന്നു. അവനോടുള്ള ദേഷ്യം കൂടിയായിരുന്നു അയാൾ അവിടെ തീർത്തത്. എന്നാൽ അറിയാതെ അയാളുടെ കാലിൽ മുള്ളുകൊണ്ടിട്ട് കുറച്ച് രക്തം ആ സമാധിയിലേക്ക് വീഴുന്നുണ്ട്. അതോടുകൂടി തിരുപ്പതിയുടെ ആത്മാവാകട്ടെ അയാളുടെ ശരീരത്തിൽ കയറി. പൂജാരിയുടെ ശരീരത്തിൽ കയറി തിരുപ്പതിയുടെ ആത്മാവ് നേരെ പോകുന്നത് ആ വിവാഹം കഴിഞ്ഞ വീട്ടിലേക്കായിരുന്നു. ആദ്യരാത്രിക്ക് പോകും മുമ്പ് പൂജാരിയുടെ കാൽ തൊട്ട് വന്ദിച്ചിട്ടാണ് വധുവും വരനും റൂമിലേക്ക് കയറി പോകുന്നത്. തിരുപ്പതിയുടെ ആത്മാവിന്റെ കണ്ണു മുഴുവൻ ആ പെൺകുട്ടിയുടെ ശരീരത്തിലായിരുന്നു. കുറച്ചുനേരം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഇവർ ആദ്യരാത്രി ആഘോഷിക്കുകയായിരുന്നു. അതിനിടയിലേക്ക് വാതിൽ തുറന്നുകൊണ്ട് തിരുപ്പതിയുടെ ആത്മാവ് കടന്നു വരികയും ആ പയ്യനെ അടിച്ചിട്ട ശേഷം ആ പെൺകുട്ടിയെ അതിക്രൂരമായി റേപ്പ് ചെയ്യുകയും ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ ആ പെൺകുട്ടിയുടെ മരണവിവരം അറിഞ്ഞാണ് എല്ലാവരും അവിടെ ഓടിക്കൂടുന്നത്. ആ പയ്യൻ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ പൂജാരിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ താനൊന്നും ചെയ്തിട്ടില്ല എന്നും തനിക്കൊന്നും ഓർമ്മയില്ല എന്നും പൂജാരി പറയുന്നുണ്ട്. അവിടേക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോയത് മാത്രമേ അയാൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിന്നെ നടന്നതൊന്നും തന്നെ അയാൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. എല്ലാം ഈ ആത്മാവിന്റെ കളിയാണെന്നുള്ള കാര്യം നാട്ടുകാരും അറിഞ്ഞില്ല. പോലീസ് കൊണ്ടുപോയി അയാളെ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ പറയുന്നുണ്ട്, തലേന്നാകിട്ട പെൺകുട്ടിയുടെ പഴയ കാമുകൻ അവളെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവനായിരിക്കും ഇത് ചെയ്തതെന്ന്. അങ്ങനെ അവനെയും കൂട്ടരെയും പോലീസുകാരെ പിടിച്ച് ചോദ്യം ചെയ്യുന്നു. താൻ മദ്യലഹരിയിൽ വെറുതെ പറഞ്ഞതാണെന്നും താൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല എന്നും അയാൾ പോലീസുകാരോട് പറയുന്നു. അതേസമയം ആ നാട്ടിലുള്ള ഭക്ഷു എന്ന് പറയുന്ന ഒരാളെ കാണിക്കുന്നുണ്ട്. വാതൊഴിപ്പിക്കലും മറ്റും ചെയ്യുന്ന അയാളുടെ അടുത്തേക്ക് പെൺകുട്ടിയും കൊണ്ട് അച്ഛനും അമ്മയും വന്നിട്ട് പറയുന്നുണ്ട് ആ പെൺകുട്ടിക്ക് എന്തോ ബാധ കയറിയെന്ന്. ഈ നാട്ടിൽ ഞാനുള്ളപ്പോ ആരെയും ഒരു ബാധയും പിടിക്കില്ല എന്നാണ് അയാൾ പറയുന്നത്. എന്നിട്ടൊരു കോഴിയെടുത്ത് അവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഈ കോഴിയെ ഈ ഗ്രാമത്തിന്റെ ബോർഡറിൽ കൊണ്ടുപോയിട്ട് കഴുത്തറുത്ത് അതിന്റെ രക്തം വീഴ്ത്താൻ. അവര് രാത്രിയിൽ ആ ഗ്രാമത്തിന്റെ ബോർഡറിൽ പോയി ഭക്ഷു പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതേസമയം കേബിൾ TV ഓപ്പറേറ്ററായ വെങ്കടേഷ് അതുവഴി വരുന്നുണ്ടായിരുന്നു. അമാനുഷികമായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വെങ്കടേഷ് തന്റെ കണ്ണുകൊണ്ട് കാണുന്നു. തിരുപ്പതിയുടെ ആത്മാവ് ആ സമാധിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നതായിരുന്നു വെങ്കടേഷ്
വെച്ച് കണ്ടത്. അയാൾ ഇതെല്ലാം തന്നെ ഭക്ഷുവിനോട് വന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിയെ കൊന്നത് ആ പൂജാരി ആയിരിക്കില്ല, ഈ തിരുപ്പതിയുടെ ആത്മാവായിരിക്കുമെന്നാണ് നാട്ടിലെല്ലാവരും തന്നെ പറയാൻ തുടങ്ങിയത്. പക്ഷെ അപ്പോഴും ഒരുവിധപ്പെട്ട ആൾക്കാരൊന്നും തന്നെ അത് വിശ്വസിച്ചതുമില്ല. ആ സമയത്ത് അവിടെയുള്ളൊരു പൊളിറ്റീഷ്യൻ ആകട്ടെ തന്റെ മകളുടെ കല്യാണം വിളിക്കാൻ ഭക്ഷുവിന്റെ അടുത്തേക്ക് വരുന്നു. എന്നാൽ ഇവിടെ നടക്കുന്ന പ്രശ്നം വെച്ചിട്ട് ഇപ്പൊ കല്യാണം നടത്തണ്ടെന്ന് ഭക്ഷു പറഞ്ഞെങ്കിലും അയാൾ കേൾക്കുന്നില്ല. ഇവിടെ തിരുപ്പതിയുടെ അനിയൻ ചന്തുവും വീട്ടുകാരും ചേർന്നിട്ട് അവന്റെ സമാധിയുടെ അടുത്തേക്ക് വന്നിട്ട് അവൻ ഇഷ്ടപ്പെട്ട വസ്തുക്കളെല്ലാം അവിടെ വെക്കുന്നുണ്ട്. ജനങ്ങൾ അവനോട് ചെയ്തത് അവന്റെ വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ തലേന്ന് രാത്രിയാകട്ടെ അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവന്റെ ആ സൈക്കിൾ ഉണ്ടല്ലോ, തിരുപ്പതിയുടെ ആത്മാവ് ആ സൈക്കിള് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതവിടെ ഇരിക്കുന്നത് ചന്തു കാണുന്നു. ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ അത് തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നു. ആ സമയത്ത് സമാധിയിൽ നിന്നും പുറത്തേക്ക് വന്ന ആത്മാവ് അവരവിടെ വെച്ച സാധനങ്ങളെല്ലാം തന്നെ എടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നേരത്തെ കല്യാണം വിളിച്ചില്ലേ, അയാളുടെ വീട്ടിലെ പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്നതാണ്. അവിടേക്ക് അവിടുത്തെ ഗ്രാമമുഖ്യം വരുന്നുണ്ടായിരുന്നു. മൂവിയുടെ ഫസ്റ്റ് പാർട്ടില് ഇയാളുടെ മകളെയും തിരുപ്പതി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഗ്രാമമുഖ്യനും ഇവിടെ കല്യാണം നടക്കുന്ന വീട്ടിലെ ആളും തമ്മില് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. രണ്ടുപേര് രണ്ട് പാർട്ടിക്കാരായതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിയുടെ കാര്യവും പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാകുന്നത്. അതിനിടയിൽ ഈ ഗ്രാമമുഖ്യന്റെ മകള് മരിച്ചതിനെ പറ്റിയും മറ്റേയാള് പറയുന്നുണ്ട്. നിന്റെ സ്വഭാവം കൊണ്ടാടാ നിന്റെ മകൾക്ക് ഇങ്ങനെയൊക്കെ വന്നതെന്നൊക്കെ പറയുന്നു. എന്റെ മകൾ അനുഭവിച്ചതിനേക്കാൾ ദുഃഖം നിന്റെ മകൾ അനുഭവിക്കുമെന്ന് ശപിച്ചിട്ടാണ് ഈ ഗ്രാമമുഖ്യൻ അവിടെ നിന്നും പോകുന്നത്. രാത്രിയിൽ മദ്യപിച്ചിട്ട് തിരുപ്പതിയുടെ സമാധിയുടെ അടുത്തൂടെ പോയ ഈ ഗ്രാമമുഖ്യനാകട്ടെ അവന്റെ സമാധിയുടെ ഫ്രണ്ടിൽ തന്നെ പോയി നിന്ന് യൂറിൻ പാസ് ചെയ്യുന്നു. അയാളുടെ കാലിലും എന്തോ കൊണ്ടിട്ട് രക്തം ആ സമാധിയിലേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ തിരുപ്പതിയുടെ ആത്മാവ് അയാളുടെ ശരീരത്തിൽ കയറുന്നു. ആ ആത്മാവ് നേരെ പോകുന്നത് അന്ന് വിവാഹം കഴിഞ്ഞ ആ പെൺകുട്ടിയുടെ അടുത്തേക്കായിരുന്നു. ആ പെൺകുട്ടിയും വരനും ചേർന്നിട്ട് ആദ്യരാത്രി ആഘോഷിക്കുന്നത് ഒരു ചോളത്തോട്ടത്തിന്റെ നടുക്കാണ്. അവിടേക്ക് എത്തിയ ഈ ആത്മാവാകട്ടെ അവരെ രണ്ടുപേരെ ഉപദ്രവിക്കുന്നു. ആ ചെറുക്കനെ അടിച്ചിട്ട ശേഷം പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആ പെൺകുട്ടിയെ സംബന്ധിച്ച് മുന്നിൽ നിൽക്കുന്നത് ഗ്രാമമുഖ്യനാണ്. നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആ പെൺകുട്ടി ചോദിക്കുന്നു. എന്നാൽ ഞാൻ തിരുപ്പതിയാണെന്ന് പറഞ്ഞിട്ട് അവളെയും അതിക്രൂരമായി റേപ്പ് ചെയ്ത് കൊല്ലുകയാണ്. പിറ്റേന്ന് രാവിലെ ആ കാഴ്ച കണ്ട് ആ ഗ്രാമം മുഴുവൻ നടുങ്ങി. ഇത് ചെയ്തത് ഗ്രാമമുഖ്യനാണെന്ന് ആ പെൺകുട്ടിയുടെ ഭർത്താവ് മൊഴി കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. താനല്ല ഇതൊക്കെ ചെയ്തതെന്ന് അയാൾ പറഞ്ഞെങ്കിലും ആരും തന്നെ വിശ്വസിക്കുന്നില്ല. ആ പൂജാരിയും ഗ്രാമമുഖ്യനെയും ഗ്രാമത്തിന്റെ നടുവിൽ കെട്ടിയിട്ടിട്ട് ആൾക്കാരെല്ലാം ചേർന്ന് അടിക്കുകയായിരുന്നു. അവരെന്തൊക്കെ പറഞ്ഞിട്ടും ആ ആൾക്കാർ ഒന്നും തന്നെ വിശ്വസിക്കുന്നില്ല. പക്ഷെ അപ്പോഴേക്കും ഭക്ഷു അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആ നാട്ടുകാരെ എല്ലാം തന്നെ ഒരു വീഡിയോ ക്ലിപ്പ് കാണിക്കുന്നുണ്ട്. വെങ്കടേഷ് കേബിൾ TV കണക്ഷൻ കൊടുക്കാൻ പോയ സമയത്ത് കണ്ട കാഴ്ചയും മാത്രമല്ല നാട്ടിലുള്ള പല CCTVയിൽ നിന്ന് കിട്ടിയ ഫൂട്ടേജസും എല്ലാം തന്നെ അവരെ കാണിക്കുന്നു. അതിൽ തിരുപ്പതിയുടെ ആത്മാവിന്റെ പ്രസൻസ് അവർ കാണുന്നുണ്ട്. മാത്രമല്ല അവന്റെ സൈക്കിൾ തനിയെ ഉരുണ്ടു പോകുന്നതെല്ലാം തന്നെ അവർ കാണുന്നു. അതോടുകൂടി ജനങ്ങൾക്ക് വിശ്വാസമായി ഇതെല്ലാം തന്നെ ആത്മാവിന്റെ പണിയാണെന്ന്. എന്നാൽ അവിടേക്ക് വന്ന പോലീസ് മേധാവിയാകട്ടെ ഈ ആൾക്കാർ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. പ്രേതോ ആത്മാവോ ഒന്നും തന്നെയില്ല എന്നും ഇത് 2025 നിങ്ങൾ ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളുമായി കൊണ്ടു നടക്കാതെ ഇവരെ പോലീസിൽ ഏൽപ്പിക്കാൻ പറയുന്നു. എന്നാൽ ജനങ്ങൾ പറയുന്നുണ്ട് ഇത് പ്രേതത്തിന്റെ പണി തന്നെയാണെന്ന്. അതില്ലാന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് ആ പോലീസുകാരൻ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് രാത്രി മുഴുവൻ ആ സമാധിക്ക് മുകളിൽ ചേറിട്ടിരിക്കാം, ഏത് പ്രേതമാ വരുന്നതെന്ന് എനിക്കൊന്ന് കാണണമെന്ന്. അങ്ങനെ നാട്ടുകാരെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അയാൾ അവിടെ ഇരിപ്പായി. അന്ന് രാത്രി തിരുപ്പതിയുടെ ആത്മാവ് അയാളെയും ക്രൂരമായി ഉപദ്രവിച്ചു കൊല്ലുകയാണ്. അതോടുകൂടി ജനങ്ങളെല്ലാം തന്നെ പേടിച്ചു. ഈ ആത്മാവിൽ നിന്ന് ഒരു രക്ഷ നേടാൻ എന്താണ് വഴിയെന്നായിരുന്നു അവരുടെ ചിന്ത. നാട്ടിലെ കുറച്ച് ആൾക്കാരാകട്ടെ തിരുപ്പതിയെ കൊന്നിട്ട് ജയിലിൽ പോയ രാധയുടെ അടുത്തേക്ക് പോകുന്നു. അന്ന് ഈ നാടിനെ രക്ഷിച്ചത് നീയാണ്, ഇന്ന് നിനക്ക് എന്തെങ്കിലും പോംവഴി അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ രാധ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ആകെ തകർന്നുകൊണ്ട് പറയുന്നുണ്ട് ഇനി ഈ നാടിനെ രക്ഷിക്കാൻ എന്റെ സഹോദരിക്ക് മാത്രമേ കഴിയൂന്ന്. വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ട് കൈലാസത്തിലേക്ക് പോയ എന്റെ സഹോദരി ഭൈരവി ഈ നാട്ടിലേക്ക് തിരിച്ചു വരണം. ഇനി ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഭൈരവിയുടെയും രാധയുടെയും പാട്ടി വലിയൊരു ശിവഭക്തയായിരുന്നു. അതുകൊണ്ട് അവരിൽ നിന്നും ഭൈരവി ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. ഋതുമതിയായ പെൺകുട്ടി ജീവിതകാലം മുഴുവൻ കന്യകയായി തുടർന്നുകൊണ്ട് 101 കോടി തവണ ഓം നമ ശിവായ ചൊല്ലുകയാണെങ്കിൽ ശിവൻ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് അവളുടെ പാട്ടി പറയുന്നത്. ഈ കഥകളെല്ലാം കേട്ട ഭൈരവിക്കാകട്ടെ ആ വീട്ടിൽ നിൽക്കാൻ തോന്നിയില്ല. അവൾക്ക് 18 വയസ്സ് പൂർത്തിയായതും വീട്ടിൽ വിവാഹം ആലോചിച്ചു. എന്നാൽ അവളാകട്ടെ ഒരു ദിവസം ഒരു കത്തെഴുതി വെച്ചിട്ട് നാട് വിട്ടുപോയി. താൻ ശിവഭക്തിയാകാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്നും പോയത്. സന്യാസ ജീവിതം ജീവിക്കുന്ന അവൾക്ക് മാത്രമേ ഈ നാടിനെ രക്ഷിക്കാൻ കഴിയുമെന്ന് രാധ പറയുന്നു. പാട്ടി അച്ഛനും അമ്മയും എല്ലാം തന്നെ മരിച്ചു. എന്നാൽ പാട്ടിയുടെ മരണ ദിവസം എല്ലാ വർഷവും അവൾ ഈ നാട്ടിലേക്ക് വരും. ഇവിടെയുള്ളൊരു ശിവനമ്പലത്തിൽ വന്ന് അവൾ തപസ്സരിക്കാറുണ്ട്. ഇത്തവണ അവൾ വരുമ്പോൾ നിങ്ങൾ എന്തായാലും അവളെ കാണണമെന്ന് രാധ പറയുന്നു. അങ്ങനെ ഈ നാട്ടുകാർ കുറച്ചുപേര് ചേർന്നിട്ട് ഭൈരവി തപസ്സരിക്കാൻ വരുന്ന ആ അമ്പലത്തിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അവിടെ കുറച്ചുപേര് പശുക്കളെയും മറ്റും അടിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് അവരെ തടുക്കാനായിട്ട് ഭൈരവി അവിടേക്ക് വരുന്നു. അവളെ ഉപദ്രവിക്കാൻ വന്ന എല്ലാവരെയും തന്നെ അവൾ നേരിട്ടു. ഇതെല്ലാം കണ്ടുനിന്ന ആ ആൾക്കാരില്ലേ അവർക്ക് മനസ്സിലായി ഭൈരവിക്ക് ദൈവിക ശക്തിയുണ്ടെന്ന്. അവർ തങ്ങളുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി എല്ലാം തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഭൈരവി പറയുന്നുണ്ട് എന്റെ പാത അതല്ല എന്നും ഞാൻ അവിടേക്ക് വരേണ്ട കാര്യമില്ല എന്നും. നിങ്ങൾ ആ ഒരു ശവത്തിന് കൊടുത്ത ശിക്ഷയാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു
സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ നിങ്ങൾ എന്തിനാണ് സമാധി കെട്ടാൻ പോയത്? അതുകൊണ്ടല്ലേ ഇപ്പോൾ അതൊരു ആത്മാവായി മാറിയത്. എന്നാൽ ആ ജനങ്ങൾ പറയുന്നുണ്ട് ആ നാടിന് വലിയൊരു ശാപമാണ് കിട്ടിയിരിക്കുന്നത്. അവിടുത്തെ അമ്പലത്തിലെ ശിവനെ ഇപ്പോൾ ആരും പൂജിക്കാറില്ല എന്നും പൂജ നടത്താതെ അത് അടച്ചിട്ടിരിക്കുകയാണെന്നും. ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യം വന്ന ഭൈരവിയാകട്ടെ അവിടേക്ക് വരുന്നു. ആൾക്കാരുടെ നിർബന്ധപ്രകാരം അവൾ ആ നാട്ടിലെത്തി. അവിടെ കാലുവെച്ചപ്പോ തന്നെ അവൾക്ക് മനസ്സിലായി അവിടെയുള്ളത് അതിക്രൂരനായ ഒരു ആത്മാവാണെന്ന്. അവൾ തന്റെ പഴയ വീട്ടിലേക്കും പാട്ടിയുടെ സാധനങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്കും ഒക്കെ പോകുന്നുണ്ട്. ആ വീടെല്ലാം തന്നെ ഇപ്പോൾ ചിതല് പിടിച്ചു കിടക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ചിതൽപുറ്റിൽ നിന്നും ഒരു സർപ്പം മുകളിലേക്ക് വരുന്നു. അതിന്റെ തലയിൽ ഒരു രുദ്രാക്ഷവും ഉണ്ടായിരുന്നു. ആ രുദ്രാക്ഷം അവൾക്ക് വഴികാട്ടിയാകുന്നു. അത് നേരെ പോകുന്നത് ആ സമാധിയുടെ അടുത്തേക്കാണ്. തൽക്കാലം ആ ഒരു ആത്മാവിനെ ശാന്തമാക്കി നിർത്തണമെങ്കിൽ ചില കർമ്മങ്ങൾ ചെയ്യണമെന്ന് അവള് പറയുന്നു. ആദ്യം 4 ചെറിയ നന്ദി പ്രതിമകൾ കൊണ്ടുവന്ന് സമാധിയുടെ 4 ചുറ്റും വെച്ചിട്ട് അത് തമ്മിലൊരു ചരട് കെട്ടുന്നു. നവധാന്യങ്ങളെല്ലാം തന്നെ സമാധിയുടെ മുകളിലേക്ക് ഇടുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തിട്ട് അവള് പറയുന്നുണ്ട് ഈ ഏരിയയിലേക്ക് ആരും തന്നെ വരാനും പാടില്ല. ഈ സമാധിയിൽ ഞാൻ ചെയ്ത കർമ്മങ്ങളിൽ ഒരു വിഘ്നവും വരാനും പാടില്ല. ഇതിനു ചുറ്റും ഒരു വേലി കെട്ടണം. ആ വേലിക്കുള്ളിലേക്ക് ഒരു മൃഗം പോലും കയറാൻ പാടില്ല. കുറച്ചു ദിവസം ശിവന് പൂജ ചെയ്ത ശേഷം ഈ തിരുപ്പതിയുടെ അസ്ഥിയെല്ലാം തന്നെ പുറത്തെടുത്ത് അത് ദഹിപ്പിച്ച് കളയണം. എന്നാൽ മാത്രമേ ഈ ആത്മാവിന് മോക്ഷം കിട്ടൂ. 15 ദിവസം കഴിഞ്ഞിട്ടാണ് ആ ഒരു കർമ്മം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഈ നാട്ടിലെ ഓരോ കുടുംബത്തിൽ നിന്ന് ഒരാള് ഇവിടെ കാവലിരിക്കണം. അങ്ങനെ സമാധിക്ക് ചുറ്റും വേലിയൊക്കെ കെട്ടി അവിടെ ആൾക്കാർ കാവലിരിക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു ഡ്രോൺ ആകട്ടെ നേരെ പോയി വീഴുന്നത് ഈ സമാധിയുടെ മുകളിലേക്കും. അവരത് എടുക്കാൻ വരുമ്പോൾ അവിടെ കാവൽ നിന്നിരുന്ന ആളാകട്ടെ ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് പൊയ്ക്കൊള്ളാൻ പറയുന്നു. ₹1,00,000 വിലയുള്ള ഡ്രോൺ ആയിരുന്നു. അതങ്ങനെ വിട്ടിട്ട് പോകാൻ അവർക്ക് മനസ്സ് വന്നില്ല. രാത്രി ഇയാൾ ഉറങ്ങിക്കഴിയുമ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നുണ്ട്. തിരുപ്പതിയുടെ ആത്മാവാകട്ടെ അയാളുടെ ശരീരത്തിൽ കയറിയിട്ട് ആ വേലിക്ക് പുറത്തേക്ക് വരികയാണ്. അത് നേരെ എത്തുന്നതാകട്ടെ നമ്മുടെ ഭൈരവിയുടെ അടുത്തേക്കും. ഭൈരവിയുടെ സൗന്ദര്യം കണ്ടിട്ട് അവളെയും ഉപദ്രവിക്കാൻ തിരുപ്പതിയുടെ ആത്മാവിന് തോന്നുന്നു. എന്നാൽ അവളുടെ ദൈവിക ശക്തി കാരണം അവളുടെ നിഴലിൽ ഒരു സർപ്പമായി മാറുകയും ഇവനെ ഫോളോ ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. ആ ശക്തി അവനെ നേരെ തിരിച്ചെത്തിക്കുന്നതാകട്ടെ ആ സമാധിയിലേക്ക് തന്നെയാണ്. എല്ലാ കാലത്തും നിനക്കെന്നെ ഇവിടെ അടക്കി നിർത്താൻ പറ്റില്ല എന്നാണ് തിരുപ്പതി ആകട്ടെ അവളോട് പറയുന്നത്. ഞാൻ പുറത്തു വന്ന് ഈ നാട് മുഴുവൻ നശിപ്പിക്കുമെന്ന് തിരുപ്പതി വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. അവിടെ ജനങ്ങളാകട്ടെ അമ്പലത്തിൽ നടക്കേണ്ട പൂജയുടെ ഒരുക്കങ്ങളിലായിരുന്നു. ആ സമയത്ത് ജയിലിൽ നിന്നും രാധ തിരിച്ചെത്തുന്നു. ഈ പൂജയുടെ അവസാന ദിവസം എന്നായിരിക്കണമെന്നും തിരുപ്പതിയുടെ സമാധി തുറന്ന് ആ അസ്ഥി എന്ന് ദഹിപ്പിക്കണമെന്നെല്ലാം തന്നെ അവരൊരു ഡേറ്റ് എടുക്കാൻ തീരുമാനിക്കുന്നു. പക്ഷെ ആ സമയത്ത് ആ ആത്മാവ് അവർക്കിടയിലേക്ക് വരുന്നുണ്ട്. സമാധിയിൽ നിന്നും ഇത് വീണ്ടും ഇവർക്കിടയിലേക്ക് എങ്ങനെ വന്നു എന്ന് ഇവർക്ക് ആർക്കും മനസ്സിലായില്ല. ഇവരെല്ലാവരും ആ സമാധിയുടെ അടുത്തേക്ക് പോകുന്നു. ആ ആത്മാവാകട്ടെ മറ്റൊരു രൂപത്തിലും ഭാവത്തിലും ഒക്കെ വരാൻ തുടങ്ങി. അതായത് പഞ്ചഭൂതങ്ങളുടെ രൂപം അത് സ്വീകരിച്ചിരുന്നു. കാറ്റായും മണ്ണായും മഴയായും ഒക്കെ അത് വരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്നതല്ലേ? തിരുപ്പതിയുടെ ആത്മാവ് അവസാനമായിട്ട് കയറിയ ഒരാളുടെ ശരീരമില്ലേ? ആ ശരീരത്തിന്റെ സഹായത്തോടുകൂടി താന്ത്രികന്മാരുടെ അടുത്തു പോയിട്ട് ഈ ആത്മാവ് തന്ത്രവിദ്യകളിലൂടെ ഒരുപാട് ശക്തി ആർജിച്ചിരുന്നു. ഇനി ഇതിനെ തളയ്ക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല എന്ന് ഭൈരവിക്ക് മനസ്സിലായി. അതിവിടുത്തെ ജനങ്ങളോട് പറയുന്നുണ്ട് ഈ ഗ്രാമത്തിന് ചുറ്റും ഞാനൊരു രേഖ വരയ്ക്കാൻ പോവുകയാണ്. എനിക്ക് നിങ്ങൾ സമാധിക്ക് ചുറ്റും വേലി കെട്ടിയില്ലേ, അതുപോലെ ഈ ഗ്രാമത്തിന് ചുറ്റും ഒരു വേലിയുണ്ട്. അത് താണ്ടി പോകുന്നവരെല്ലാം തന്നെ മരിച്ചു വീഴും. ഈ നാട്ടിൽ ആരും ഇനി വ്യവസായം ചെയ്യാൻ പാടില്ല, കൃഷി ചെയ്യാൻ പാടില്ല. അങ്ങനെ ഈ നാട് ഞാൻ മുടിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ആത്മാവ് ഉറക്കിച്ചിരിക്കുകയാണ്. ഇത് കേട്ട് പേടിച്ച് പലരും രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആ രേഖ മറികടന്ന് എല്ലാവരും തന്നെ മരിച്ചു വീണു. ആ നാട് വരൾച്ചയിലേക്ക് കടന്നു പോവുകയായിരുന്നു. എങ്ങും പട്ടിണി മാത്രം. ഈ നാടിനെ രക്ഷിക്കാൻ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വലഞ്ഞിരിക്കുകയായിരുന്നു നാട്ടുകാർ. ഇവിടെ കൈലാസത്തിലുള്ള സന്യാസിമാർ ഇതെല്ലാം തന്നെ അറിയുന്നുണ്ട്. ആ ആത്മാവിനെ എങ്ങനെയാണ് ഇനി ഭൈരവി തളയ്ക്കുക എന്ന് ചോദിക്കുമ്പോൾ അവരുടെ തലവനായിട്ടുള്ള സന്യാസി പറയുന്നുണ്ട് അവൾക്കൊരു ആയുധത്തിന്റെയും സഹായം വേണ്ട. അവളുടെ നാവാണ് അവളുടെ ആയുധം. അവൾ 101 കോടി നമശിവായ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതോടുകൂടി അവൾ സ്വയം ശക്തിയാർജിക്കും. എന്നാൽ അത് അവൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന് മറ്റൊരാൾ ചോദിക്കുന്നുണ്ട്. ആ സമയത്തുമ്പോൾ അവൾക്കത് തനിയെ മനസ്സിലാകുമെന്നാണ് അയാൾ പറയുന്നത്. അതിനിടയ്ക്ക് അവിടെയുള്ളൊരു ചെറിയ പെൺകുട്ടിക്ക് ഫിറ്റ്സ് വന്നിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാരാകട്ടെ നേരെ ഭൈരവിയുടെ അടുത്ത് വരുന്നുണ്ട്. തന്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്. ഈ ഗ്രാമം വിട്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ എന്നാണ് ഭൈരവി പറയുന്നത്. താൻ മൈക്കിലൂടെ നമശിവായ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ടേയിരിക്കും. അതുമൂലം തിരുപ്പതിയുടെ ആത്മാവിന്റെ ശക്തി കുറയും. അത് ഈ ഗ്രാമത്തിന് ചുറ്റുമുള്ള ആ വലയത്തിന്റെയും ശക്തി കുറയ്ക്കും. അതിന്റെ കൂടെ തന്നെ ആ ആത്മാവിനെ കുറച്ചു നേരത്തേക്ക് മറ്റേതെങ്കിലും ചിന്തകളിലേക്ക് കൊണ്ടുപോകണം. അതിന് രാധയെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അങ്ങനെ ഇവരൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. രാധയാകട്ടെ തിരുപ്പതി പണ്ട് ആഗ്രഹിച്ചിരുന്ന പോലെ നല്ല പോലെ ഉടുത്തൊരുങ്ങി അവന്റെ സമാധിയുടെ അടുത്തേക്ക് വരുന്നു. അവനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. നിന്നോട് നാട്ടുകാർ ചെയ്തത് ശരിയല്ല എന്നും ഞാൻ നിന്നോട് ചെയ്തത് തെറ്റാണെന്നും ഒക്കെ രാധ പറയുന്നുണ്ട്. നീ ആഗ്രഹിച്ച പോലെ നിന്റെ ഭാര്യയായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അവളങ്ങനെ ആ ആത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരം കൊണ്ടാകട്ടെ അമ്പലത്തിലിരുന്നു കൊണ്ട് ഭൈരവി മൈക്കിലൂടെ നമശിവായ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ടേയിരുന്നു. ആ തക്കം നോക്കി ആൾക്കാരാകട്ടെ ആ ഗ്രാമം വിട്ട് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ
ജീവൻ രക്ഷിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ വല്ലാത്ത രീതിയിൽ കാറ്റടിക്കുന്ന കാറിന്റെ അവിടുത്തെ കറണ്ട് കട്ട് ചെയ്യുകയാണ്. അതോടുകൂടി നമശിവായ മന്ത്രങ്ങൾ മുഴങ്ങിക്കേൾക്കുന്നത് നിന്നു. തിരുപ്പതിയുടെ ആത്മാവിന് കാര്യം മനസ്സിലായി. എന്നെ കബളിപ്പിക്കാൻ ശ്രമിച്ചതാണെന്ന് മനസ്സിലാക്കിയ ആ ആത്മാവാകട്ടെ പുറത്തേക്ക് വന്നിട്ട് ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് കയറുന്നു. എന്നിട്ട് തന്നെ ചതിക്കാൻ ശ്രമിച്ച രാധയുടെ തലയറുത്ത് കളയുകയാണ്. ആ തലയുമായിട്ടാണ് ആ കുട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഇതാണ് മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത്. ഇതെല്ലാം തന്നെ ആ ആത്മാവിന്റെ പരിപാടിയായിരുന്നു. സ്വന്തം സഹോദരിയെയും തിരുപ്പതി കൊന്നിരിക്കുന്നു. നിന്റെ പകയടങ്ങാൻ ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ഭൈരവി ആ ആത്മാവിനോട് ചോദിക്കുമ്പോൾ തിരുപ്പതിയുടെ ആത്മാവ് പറയുന്നത് ഇങ്ങനെയായിരുന്നു: കന്യകാത്വം വിട്ടുപോകാത്ത നിന്റെ ഈ ശരീരം എനിക്ക് നീ സമർപ്പിക്കണം. ശിവനാണ് എല്ലാമെന്നല്ലേ നീ പറയുന്നത്? ആ ശിവനെ ത്യജിച്ചിട്ട് നീ എന്നെ സ്വീകരിക്കണം. ഈ നാടിനെ രക്ഷിക്കാൻ അത് മാത്രമേ ഉള്ളൂ നിന്റെ മുന്നിൽ വഴിയെന്ന് തിരുപ്പതിയുടെ ആത്മാവ് പറഞ്ഞതും ഞാൻ അതിന് തയ്യാറാണെന്നാണ് അവള് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നവവധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി വരാൻ അവൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ഈ കാര്യങ്ങൾ കേട്ടറിഞ്ഞ നാട്ടുകാർ പറയുന്നുണ്ട്, ഈ നാടിനു വേണ്ടിയിട്ട് ഇത്രയും കാലം പവിത്രമായിട്ട് കൊണ്ടു നടന്ന അവന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരം സമർപ്പിക്കാൻ നിൽക്കരുതെന്ന് അവളോട് ഈ നാട്ടിൽ നിന്ന് തിരിച്ചു പോയിക്കൊള്ളാൻ അവിടെയുള്ള ആൾക്കാർ പറയുന്നു. എന്നാൽ ഈ നാടിനെ രക്ഷിക്കാൻ അവളെ കൊണ്ട് മാത്രമേ പറ്റൂ എന്നാണ് അവൾ പറയുന്നത്. അതിനു വേണ്ടിയിട്ട് അവൾ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. ഇതിനിടയ്ക്ക് എല്ലാം തന്നെ അവൾ നമശിവായ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നുണ്ട്. പതിയെ പതിയെ അവൾക്ക് ഉച്ചരിക്കാനുള്ള മന്ത്രങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയായിരുന്നു. 10,000, 5,000, 3,000 ഒക്കെ ആയിട്ട് അവൾക്കിനി കുറച്ച് മന്ത്രങ്ങൾ മാത്രം ഉച്ചരിച്ചാൽ മതി. അതോടുകൂടി 101 കോടി മന്ത്രങ്ങൾ അവൾ ഉച്ചരിച്ച് പൂർത്തിയാക്കും. അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അവളാകട്ടെ ഭക്ഷുവിന്റെ അടുത്തും നമശിവായ എന്ന് പറഞ്ഞുകൊണ്ട് കൈ വിടർത്തി കാണിക്കുന്നു. ആ നാട്ടിലുള്ള ആൾക്കാരെല്ലാം തന്നെ ദൈവമില്ല എന്നും ശിവനില്ല എന്നുമൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ നാടിനെ രക്ഷിക്കാൻ ശിവന് സാധിക്കുമായിരുന്നു. എന്നാൽ ഭൈരവി പറയുന്നുണ്ട്, ഇവിടെ എല്ലാം തന്നെ ദൈവിക ശക്തി ഉണ്ടെന്നും അത് സമയമാവുമ്പോൾ നമ്മളെ എല്ലാവരെയും രക്ഷിക്കുമെന്നും. അങ്ങനെ തിരുപ്പതിയുടെ ആത്മാവ് ആഗ്രഹിച്ച പോലെ ഭൈരവിയാകട്ടെ ഒരു വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി. അതേസമയം ഇവിടെ ഭക്ഷുവിന് മനസ്സിലായി ഭൈരവി എന്നോട് നമശിവായ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൊണ്ട് ആ ആംഗ്യം കാണിച്ചത് മറ്റെന്തോ ഒരു അർത്ഥത്തിലാണ്, എന്തോ എന്നോട് പറയാൻ ശ്രമിച്ചതാണ്. കുറെ നേരം ആലോചിച്ചു കഴിയുമ്പോൾ ഭക്ഷുവിന് മനസ്സിലായി അവൾ തന്നോട് പറയാൻ ആഗ്രഹിച്ചത് തിരുപ്പതിയുടെ ആത്മാവിന്റെ മോക്ഷത്തെ പറ്റിയാണെന്ന്, അതായത് കപാല മോക്ഷം. അത് നടന്നെങ്കിൽ മാത്രമേ ആ ആത്മാവിനെ ശാന്തമാക്കാൻ പറ്റൂ. തിരുപ്പതിയുടെ ആത്മാവ് അവളുടെ ശരീരം സ്വന്തമാക്കുന്നതിന് മുൻപ് തന്നെ അത് ചെയ്യണം. അങ്ങനെ ഇവൾ റെഡിയായിരിക്കുന്ന സമയത്ത് തിരുപ്പതിയുടെ ആത്മാവാകട്ടെ ഇത്തവണ വെങ്കടേഷിന്റെ ശരീരത്തിൽ കയറിയാണ് അവളുടെ അടുത്തേക്ക് വരുന്നത്. ആ ആത്മാവ് അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം തന്നെ അവൾ നമശിവായ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കേട്ട് തിരുപ്പതിക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ ഇവിടെ ഇത് ഉച്ചരിക്കുന്നുണ്ട്, അവിടെ എന്റെ സമാധി തുറക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടുകാരെല്ലാം കാണാൻ തന്നെ ഞാൻ നിന്നെ ആസ്വദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ അവിടെ നിന്നും വലിച്ച് ആ ജനങ്ങളുടെ മുന്നിലേക്ക് ഇടുകയാണ്. പൂജ നടക്കുന്ന ആ അമ്പലത്തിന്റെ മുന്നിലേക്ക്. അവിടെ നിൽക്കുന്ന എല്ലാവരും കാണുക അവളെ ഉപദ്രവിക്കാനായിരുന്നു തിരുപ്പതിയുടെ ആത്മാവിന്റെ ശ്രമം. ആരെങ്കിലും കണ്ണടച്ചു കഴിഞ്ഞാൽ അവരെയെല്ലാം കൊല്ലുമെന്നും തിരുപ്പതി പറയുന്നു. ഞാൻ ഈ ചെയ്യുന്നത് എല്ലാവരും കാണണം. പക്ഷെ ഭൈരവി അപ്പോഴും നമശിവായ ഉച്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അവൾക്ക് വളരെ കുറച്ച് മന്ത്രങ്ങൾ മാത്രം ഉച്ചരിച്ചാൽ മതിയായിരുന്നു. അത് കേട്ട് ദേഷ്യം വന്ന ആ ആത്മാവാകട്ടെ അവളുടെ തലയ്ക്ക് ശക്തമായി അടിക്കുകയും അവളുടെ കഴുത്ത് ഞെരുക്കുകയും അവളെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് രക്തം വാർന്നു പോയിരുന്നു. പതിയെ പതിയെ അവളുടെ കണ്ണുകൾ അടയാൻ തുടങ്ങി. ഇനി ഒരേ ഒരു തവണ കൂടി അവൾ നമശിവായ ഉച്ചരിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അവളുടെ ബോധം പോയി. അവളുടെ ശരീരത്തിൽ നിന്നും തെറിച്ചു വീണ രക്തം അവിടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ കാലിൽ വീണിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടി അവളുടെ അടുത്തേക്ക് വന്നിട്ട് എഴുന്നേൽക്കാൻ പറയുന്നു. ആ പെൺകുട്ടിയുടെ കയ്യിലെല്ലാം തന്നെ അവളുടെ രക്തം പറ്റി. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് തിരുപ്പതി പറയുന്നുണ്ട്, നീ പോയി നിന്റെ ശിവനെ വിളിച്ചുകൊണ്ടുവാ, അയാളെ വിചാരിച്ചാലും ഇവളെ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല എന്ന്. ആ പെൺകുട്ടിയാകട്ടെ നന്ദിയുടെ പ്രതിമയുടെ അടുത്തേക്ക് പോയിട്ട് ചെവിയിൽ പറയുന്നുണ്ട്, ശിവഭഗവാൻ യഥാർത്ഥത്തിലുണ്ടെങ്കിൽ ഇപ്പൊ വന്ന് ഭൈരവിയെ രക്ഷിക്കാൻ, ഇപ്പൊ വരാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഒരിക്കലും ഇവിടേക്ക് വരണ്ട എന്ന്. അതോടെ ആ പ്രതിമയ്ക്ക് ശക്തി വരികയും അത് നമ്മുടെ ഭൈരവിയുടെ അടുത്തേക്ക് വന്നിട്ട് അതിന്റെ ശക്തി ഉപയോഗിച്ച് അവളെ ഉണർത്തുകയും ചെയ്യുന്നു. പക്ഷെ എന്നിട്ടും തിരുപ്പതിയുടെ ആത്മാവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. താന്ത്രിക വിദ്യകളെല്ലാം പഠിച്ച ആ ആത്മാവാകട്ടെ അവിടെയുള്ള ജനങ്ങളെ എല്ലാം തന്നെ നിശ്ചലരായി നിർത്തുകയാണ്. അവരുടെ കണ്ണിൽ നിന്നെല്ലാം തന്നെ രക്തം വരാൻ തുടങ്ങി. ഒരു നിമിഷം കൊണ്ട് അവരെല്ലാം കൊല്ലാനായിരുന്നു ആ ആത്മാവിന്റെ പ്ലാൻ. എന്നാൽ ആ നിമിഷം അവസാനമായിട്ട് ഉച്ചരിക്കാൻ ബാക്കിയുള്ള ആ നമശിവായ കൂടി ഭൈരവി ഉച്ചരിച്ചതോടുകൂടി അവളുടെ മുന്നിൽ സാക്ഷാൽ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും അവൾക്ക് ശക്തി നൽകുകയും ചെയ്യുന്നു. തന്റെ കയ്യിലേക്ക് കിട്ടിയ ആയുധം ഉപയോഗിച്ച് അവളാകട്ടെ തിരുപ്പതിയുടെ ആത്മാവിനെ വകവരുത്തുകയാണ്. അതേസമയം മറ്റൊരിടത്ത് സമാധി തുറന്ന് ഭക്ഷുവാകട്ടെ ആ അസ്ഥികൂടങ്ങളെല്ലാം തന്നെ തീ കത്തിച്ചു കളഞ്ഞിരുന്നു. അതോടുകൂടി ആ ആത്മാവ് അവിടെ നിന്നും പോയി. പക്ഷെ പിന്നീട് കാണിക്കുന്നത് കുറെ നാളുകൾക്ക് ശേഷം ആൾക്കാരെല്ലാം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഴയ പോലെ ആ സൈക്കിളിന്റെ സൗണ്ട് അവർ കേൾക്കാൻ തുടങ്ങി. നോക്കുമ്പോഴാകട്ടെ ആ തിരുപ്പതിയുടെ സൈക്കിൾ തനിയെ സഞ്ചരിച്ച് വരുന്നതാണ് കാണുന്നത്. അവൻ വീണ്ടും തിരിച്ചു വരുമെന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിക്ക് ഒരു തേർഡ് പാർട്ട് ഉണ്ടാകുമെന്ന് കാണിച്ചുകൊണ്ടാണ് മൂവി അവസാനിപ്പിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.